കറക്റ്റ്. എങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ആ മാല വൈശാലി മോഷ്ടിക്കണം. നാളെ എല്ലാവരുടെയും മുമ്പിൽ അവള് കള്ളിയായി നിൽക്കണം. മാല അടിച്ചു മാറ്റി വൈശാലിയുടെ മുറി കൊണ്ടുപോക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അത് വൈശാലി ചെയ്തതായിട്ട് വരുത്തി തീർക്കണമെങ്കിൽ കുറച്ച് പാടാ. പാടൊക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെ നടന്നാൽ വൈശാലിയുടെ അധ്യായം ഇവിടെ കൊണ്ട് തീരും. ഒന്ന് നല്ലോണം ചിന്തിക്കും. ഇത് കഴുത്തിലിട്ടാ ആ മംഗളഗൗരി നിനക്ക് കൂട്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തെങ്കിലും പേടിയുണ്ടെങ്കിലും എല്ലാം മാറിക്കിട്ടും. എനിക്കും ദേവേട്ടനിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഞങ്ങളുടെ ബന്ധത്തെ സംരക്ഷിക്കേണ്ട ആ മാല എന്നെ എന്റെ ദേവേട്ടനെ അകറ്റാൻ വേണ്ടി മറ്റൊരാളുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കാൻ പോകുന്നു. ഇത് അനുവദിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മള് വിചാരിച്ച പോലെയൊക്കെ കാര്യം നടക്കൂ. ഉറപ്പായിട്ടും നടക്കും. വൈശാലി വരും, മാലയും എടുത്തോണ്ട് പോവും. ഇവിടെ ഇപ്പൊ ഊർമിളയില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ആരാധിയെ അതൊക്കെ അതിന്റെ പാട്ടിൽ നടന്നോളൂ. അതിനെ കുറിച്ച് തൽക്കാലം ടെൻഷൻ അടിക്കണ്ട. നേരം പോക്കിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയ്. എന്നുവെച്ചാ നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നാ ബോറടിക്കില്ലേ? നേരം പോക്കിനല്ല ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ സ്വപ്നം നിറവേറ്റാൻ പാടുപെട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാ. ഞാനും എന്റെ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയില്ലേ ഈ പാടുപെടുന്നേ. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Gopala Govinda Krishna Hare Varadanam Tedunnu Njangal Guru. നോക്കി അവള് വരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യം നടക്കുന്നുണ്ടല്ലേ? നോക്കി. സൂപ്പർ. നാളത്തോടെ വൈശാലിയുടെ ചാപ്റ്റർ ക്ലോസ് ആയിക്കോളും. ശരിയാണ് ആരാധ്യ. നാളെ അവള് കള്ളിയാണെന്ന് തെളിയും.
പിന്നെ ശാന്തിയമ്മയ്ക്ക് വേണ്ടി പോലും അവൾ ഇവിടെ നിർത്താൻ പോകുന്നില്ല. അപ്പൊ തന്നെ അടിച്ച് പുറത്താക്കിക്കൊള്ളും. ആ മാല നിന്റെ കഴുത്തിൽ വീണിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത് വൈശാലിയെ പുറത്താക്കാൻ ശരിക്കും പ്രയോജനപ്പെട്ടു. വൈശാലി മാത്രമല്ല വരുൺ, നാളത്തോടെ ഇവിടുന്ന് വൈദേഹിയും ശാശ്വതമായിട്ട് ഇവിടുന്ന് പടിയിറങ്ങാൻ പോവുക. ആ സൂപ്പർ ആരാധ്യ. കൊതുക് അതാ. ഊർമിള എന്താ ഇതുവരെ കാണാതെ? നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും. ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും. ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. ദേവിട്ടാ, ഈ പാട്ട് ഞാൻ കുറെ വട്ടം കേട്ടിട്ടുണ്ട്. പക്ഷെ നീ അത് പാടി കേട്ടപ്പോഴാണ് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായത്. അർത്ഥമൊക്കെ ഇവിടെ നിൽക്കട്ടെ. വീടിന്റെ മുൻഭാഗം എത്രത്തോളം മനോഹരമാക്കുന്നോ ആ പെൺകുട്ടിയുടെ ജീവിതവും അത്രത്തോളം മനോഹരമായിരിക്കുന്ന പറയാറ്. അതുകൊണ്ടാ നമ്മുടെ പൂർവികന്മാര് ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. വീടിന്റെ ഐശ്വര്യം വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം പോലെ ഇരിക്കും. അപ്പൊ എന്റെ വൈദേഹി ഇതുപോലെ എന്റെ ജീവിതത്തിലും വർണ്ണശോഭ കൊണ്ടുവരുമെന്നർത്ഥം. അതെനിക്കിത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെ ദേവേട്ട. എന്നാലേ ഞാനിതേ ഇപ്പൊ വരാം. ദേവേട്ട, എവിടെ പോവാ? എന്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊണ്ടുവരാൻ പോവാ. ദേ ഇപ്പൊ തന്നെ വരടാ.
നിന്റെ ജീവിതത്തിലെ നിറങ്ങൾ അസ്തമിക്കാൻ പോകുമ്പോ നീ മുറ്റം നിറം കൊണ്ട് നിറയ്ക്കുകയാണല്ലോ. നീ എന്താ അതും നോക്കി നിൽക്കുന്നേ? നിനക്കിതൊന്നും ശീലമുള്ള കാര്യമില്ലല്ലോ. അതത്ര നിസ്സാരമായി കാണണ്ട. അവളുടെ ജീവിതത്തിന്റെ പ്രതിരൂപം അത്. മനോഹരമായ നിറങ്ങൾ കൊണ്ട് മുറ്റം നിറച്ചാൽ ജീവിതവും നിറങ്ങൾ കൊണ്ട് നിറയുമത്രേ. ഇനി എവിടെ നിറങ്ങള്? ഇവിടുന്ന് അടിച്ചു പുറത്താക്കാൻ സമയം കുറിച്ച് കഴിഞ്ഞില്ലേ? അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യ. ഇതൊക്കെ ഇവളുടെ സ്വപ്നമാണെന്നും ചിന്നിച്ചിതറി പോകുമെന്നും അവള് മനസ്സിലാക്കണം. ആ വർണ്ണക്കൾ അവിടെ ഉണ്ടാവരുത്. അവളത് ഇടാൻ ഒരുപാട് മെനക്കെട്ട് കാണും. പക്ഷെ അത് മായ്ക്കാൻ എളുപ്പമല്ലേ? അയ്യോയ്യോ പാവം, കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയല്ലോ. നിറങ്ങളെല്ലാം ചെതറി വൃത്തികേടായി. പണിക്കാരായിരിക്കും ശ്രദ്ധിക്കാതെ ഈ ബോള് ഇങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞത്. കഷ്ടം. എത്ര നേരത്തെ പെടാപ്പാടാ വെറുതെ ആയത്. നശിച്ച് നാറാണക്കല്ലായി. നിന്റെ ജീവിതം പോലെ തന്നെ. പണിക്കാരെറിഞ്ഞതല്ല ചേച്ചി. ചേച്ചി മനഃപൂർവ്വം വലിച്ചെറിഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? ഓ, ബുദ്ധിയുണ്ടല്ലോ, കണ്ടുപിടിച്ചു കളഞ്ഞു. പക്ഷെ നിന്റെ ജീവിതവും ഇതേപോലെ ചെതറിപ്പോവും. മൊത്തം മായ്ച്ചു കളയാന്നല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് നിനക്ക് കാണിച്ചു തരുമായിരുന്നു. ചെറുതായിട്ടൊന്ന് സന്തോഷിക്കുമ്പോ അതിന്റെ പുറകെ വലിയൊരു വിഷമമുണ്ടാവും. ഓ, ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കണോ? ഇതും ജീവിതമായിട്ട് എന്തിനാ നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നേ? നീ തന്നെയല്ലേ ഇതിട്ടത്? കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടെ ഇട്ടാ പോരെ? വിശേഷ ദിവസമായിട്ട് ഇട്ടതല്ലേ, അതങ്ങനെ കഴുകി കളയുന്നതും ശുഭലക്ഷണമല്ല, അപശകുനോ. ഇപ്പൊ എന്താ വേണ്ടേ? ഇത് കഴുകി കളയാതെ മനോഹരമാക്കിയ നിന്റെ പ്രശ്നം തീരുമല്ലോ. ഇത് നിന്റെ ജീവിതമാണെന്നല്ലേ നീ പറഞ്ഞത്? ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് മാറ്റുകയും ചെയ്യണം. അതുപോലെ ഇതും കണ്ടാ മതി. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതുപോലെ മാറ്റിയെടുക്കണം. ഇനി അതിപ്പോ എങ്ങനെയാ? നിറങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കലർന്നു പോയില്ലേ? എന്റെ വൈദേഹി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാ ഈ ചെതറിക്കിടക്കുന്ന നിറങ്ങളൊക്കെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും. നീ ആ കളർ ഇങ്ങോട്ട് എടുത്തേ.
പിടിക്ക്. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു, പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു, പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. നിന്നോമൽ പാദങ്ങൾ തീർക്കുന്ന താളങ്ങൾ എന്നുള്ളിൽ മാറുന്നു മോഹങ്ങളായി. നീ എൻ്റെ ആത്മാവിൽ ചാർത്തുന്ന നമ്മുടെ ജീവിതം ഇതുപോലെയാ വൈദേഹി. നമുക്ക് നേരെ വരുന്ന അപമാനങ്ങളെല്ലാം മാനേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ ഇട്. ഇന്നേതോ മഴവില്ലിൻ മാല്യങ്ങളായി നീർമുത്തുവാരി അണിഞ്ഞു, നീ എൻ്റെ മുന്നിൽ നിറഞ്ഞു, ഒരു മേഘ സന്ദേശം നീ എന്നിലറിയാതെ എഴുതുന്നുവോ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു, പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ദേവേട്ടാ. തീർന്നില്ലെന്നേ, ഒരു ഫൈനൽ ടച്ചും കൂടി ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിട്ടതിനേക്കാളും ഒക്കെ ഒരുപാട് നന്നായിരിക്കുന്നു ദേവേട്ടാ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതവും ഈ കോലം വരച്ചതുപോലെ തന്നെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അതും ഇനി ദേവേട്ടന്റെ കയ്യിൽ തന്നെയാ ഉള്ളത്. അല്ലടാ, നമ്മുടെ രണ്ടുപേരുടെയും കയ്യിലാ. അതിന്നു മുതലേ തുടങ്ങാൻ പോകുന്നേ. നീ വൈദേഹി അല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ റിപ്പോർട്ടിൽ കളിച്ചത് ആരാണെന്ന് ഇന്നത്തോടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. ഇന്ദു, വീട്ടിലാകെ എന്തൊരു ബഹളമാണെന്നറിയാവോ? മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് പറയാനില്ല. എനിക്കിനി മരിച്ചാലും ഒരു കുഴപ്പമില്ല. ശരി, സന്തോഷം. ഞാൻ പിന്നെ വിളിച്ചോളാം കേട്ടോ. ആ ദൈവം അല്പം കരുണ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിലും പേരക്കിടങ്ങൾ ഓടി നടക്കില്ലായിരുന്നോ? ഈ വീട്ടിലും വലിയ ആഘോഷമായന്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമോ ആവോ? ഈ വീട്ടിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം തീർക്കാൻ വേണ്ടി എത്തിയ കുട്ടി ആരാധ്യ.
എന്റെ സകല പ്രതീക്ഷകളും ഇനി ആരാധ്യയില്ല. ആരാധ്യേ, നീ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണം. എന്താ ഇന്ദുവമ്മേ? അടുത്ത ഓണത്തിന്റെ അന്ന് ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലുണ്ടാവണം.